എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാദി ബോർഡ് LDCയുടെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആദ്യം അതൊന്ന് കണ്ടു നോക്കുക. 51ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നോക്കാം. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രേറ്റ്. അതായത് കുട്ടികളിൽ നൈട്രേറ്റിന്റെ അളവ് കൂടുന്നത് കാരണം അവരുടെ ശരീരം നീല കളറിലാവുന്ന ഒരു പ്രശ്നമാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് നൈട്രേറ്റ് ആണ്. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. നെക്സ്റ്റ്, ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ആൻസർ വരുന്നത് മൈക്കിൾ ഫെൽപ്സ് ആണ്. മൈക്കിൾ ഫെൽപ്സ് ആണ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം. അടുത്തത്, KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബോക്സിംഗ്. അതായത് KC ലേഖ ബന്ധപ്പെട്ടിരിക്കുന്നത് ബോക്സിംഗ് എന്ന കായിക ഇനവുമായിട്ടാണ്. പിന്നെ ഒരു ഫാക്ട് അതിനെ കുറിച്ച് പറയാനുള്ളത്, 2006 ലോക വനിതാ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ബോക്സിംഗ് താരം കൂടിയാണ് KC ലേഖ. അടുത്തത്, ഫയദോർ ദസ്തയോസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു സങ്കീർത്തനം പോലെ. അപ്പൊ ഫയദോർ ദസ്തയോസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സങ്കീർത്തനം പോലെ. നെക്സ്റ്റ്, ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓപ്ഷൻ ബി, തൃശൂർ പൂരം. അടുത്തത്, 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി? ആൻസർ ഓപ്ഷൻ സി ആണ്, നർഗേസ് മൊഹമ്മദി ആണ് 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി, നർഗേസ് മൊഹമ്മദി. അതൊരു ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയും ശാസ്ത്രജ്ഞയുമാണ്. ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയും ശാസ്ത്രജ്ഞയുമാണ് നർഗേസ് മൊഹമ്മദി എന്ന് പറയുന്നത്. അപ്പൊ ലേഡിയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? റീസെന്റ് ആയിട്ട് നടന്നതാണ്, 2023 ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത്. അടുത്തത്, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, വേഡ് പ്രോസസർ. അപ്പോൾ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് വേഡ് പ്രോസസർ സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നതാണ്. അടുത്തത്, കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി, മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഫുൾ നെയിം. അപ്പോൾ കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ എന്ന് പറയുന്നത്. അടുത്തത്, 2 kilobytes is equal to ഡാഷ് ബൈറ്റ്സ്. അതായത് എത്ര ബൈറ്റ് ചേരുമ്പോഴാണ് 2 കിലോബൈറ്റ് ഉണ്ടാവുന്നത്? അപ്പോൾ അതിന്റെ സൈഡിൽ നമ്മൾ എഴുതിയേക്കണ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം, 1 കിലോബൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയാം 1 കിലോബൈറ്റ് 1000 ബൈറ്റ് എന്നാണ്. പക്ഷെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1 കിലോബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റുകളാണ്. 1 കിലോബൈറ്റ് 1024 ബൈറ്റുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 കിലോബൈറ്റ് എത്രയായിരിക്കും? 2048 ബൈറ്റുകളായിരിക്കും. അതായത് 1024ന്റെ ഇരട്ടി 2048 ബൈറ്റുകളാണ് 2 കിലോബൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ആണ്? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. ഒരു ബൈറ്റ് 8 ബിറ്റ് ആണ്. പിന്നെ ഈ 8 ബിറ്റിന്റെ പകുതി അഥവാ 4 ബിറ്റിനെ നമ്മൾ ഒരു പേര് വിളിക്കും. 4 ബിറ്റ് ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഒരു നിബിൾ എന്നാണ്. ഒരു നിബിൾ. അപ്പോൾ 1 നിബിൾ is equal to 4 byte, 1 byte is equal to 8 bits, 1 kilobyte is equal to 1024 bytes. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ 2 kilobyte is equal to 2048 bytes. അതാണ് ആൻസർ വരിക. അപ്പൊ ആ ഒരു റിലേഷൻ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, PSLV C57. PSLV C57 ആണ് ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ്. അടുത്തത്, 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അമിതാഭ് കാന്ത് ആണ് 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ.
2023 G20 ഉച്ചകോടിക്ക് എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതാവുന്നത്? അത് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്, അതായത് ഡൽഹിയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. അപ്പൊ ഇന്ത്യ ആതിഥ്യം വഹിച്ച ഉച്ചകോടിയാണ് 2023 G20 ഉച്ചകോടി. അത് 18ാമത് G20 ഉച്ചകോടിയായിരുന്നു. അതും ഓർത്തിരിക്കുക. 18ാമത് G20 ഉച്ചകോടി 2023 ഇന്ത്യ ആതിഥ്യം വഹിച്ചു. ആ ഒരു ഉച്ചകോടിയുടെ പ്രമേയം, 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം വരുന്നത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഇതാണ് 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാലാവകാശ നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? അതായത് ബാലാവകാശം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന അനുച്ഛേദം 24 ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 24. അഥവാ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലാവകാശം നിരോധിക്കുന്ന അനുച്ഛേദം 24 ഓർത്തിരിക്കുക. അടുത്ത് ചേരുംപടി ചേർക്കാനാണ്. കുറച്ച് കമ്മീഷനുകളും അവരുടെ ഇയറുകളും ആണ് തന്നിരിക്കുന്നത്. ഫോം ചെയ്ത ഇയറുകൾ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2007 ഫോം ചെയ്യുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഫോം ചെയ്യുന്നത് 2007. അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഫോം ചെയ്യുന്നത് 2013. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഫോം ചെയ്യുന്നത് 2013. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്യുന്നത് 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ ഫോം ചെയ്യുന്നത് 1996. സംസ്ഥാന വനിതാ കമ്മീഷനാണ് ഇതിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്തിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. അത് കഴിഞ്ഞാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. അത് കഴിഞ്ഞാൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007. ഏറ്റവും അവസാനമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. അപ്പൊ ഈ ഒരു രീതിയിൽ പെയർ ചെയ്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. അപ്പൊ ഈ കമ്മീഷനുകളും അവരുടെ ഫോം ചെയ്ത ഇയർ, ഇപ്പോഴത്തെ അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഹെഡ് ആരാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ്, 10 രൂപ അടച്ചിട്ടാണ് നമ്മൾ 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓരോന്നായി നോക്കാം. ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, അത് ശരിയാണ്. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം, അതും ശരിയാണ്. ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്, അത് തെറ്റാണ്. 2 വർഷത്തിനുള്ളിലാണ് പരാതി നൽകേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ ഒരു ഓപ്ഷൻ ബി ആണ്, പ്രസ്താവന 1, 2 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ഓരോന്നായി നോക്കാം. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക, അത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയാണ്, അത് ശരിയാണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക, ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് അധികാരമില്ല. അപ്പൊ അത് തെറ്റാണ്, അതാണ് ആക്ച്വലി ആൻസർ ആയിട്ട് വരിക. അടുത്ത രണ്ടും കൂടി നോക്കാം. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക, അതും പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യണം. അടുത്തത് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക, അതും പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യണം. അപ്പോൾ ചുമതലയിൽ പെടാത്തത് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ വരുന്നതല്ല. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് അറിയേണ്ട ഫാക്ടുകൾ ഒന്ന് നോക്കി പോവാം. നിലവിൽ വന്നത്
1993 മെയ് 17-നാണ്. മെയ് 17, 1993 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നു. തുടക്കത്തിൽ ഇതിൽ 5 മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻസ്, സിഖുകാർ, ബുദ്ധമതം, സൊറസ്ട്രേനിയൻസ് അല്ലെങ്കിൽ പാഴ്സികൾ എന്ന് പറയുന്നവർ. അപ്പൊ ഈ ഒരു 5 കാറ്റഗറിയാണ് ആദ്യം ന്യൂനപക്ഷമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നെ 2014 ജനുവരി 27 വിജ്ഞാപനത്തിലൂടെ ഒരു മതം കൂടി കൂട്ടിച്ചേർത്ത്, അത് ജൈന മതമാണ്. അപ്പൊ ജൈനരെയും കൂടി 2014 ന്യൂനപക്ഷമായിട്ട് കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി എന്ന് പറയുന്നത് കിരൺ റിജിജു ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രി എന്ന് പറയുന്നത് കിരൺ റിജിജു ആണ്. പിന്നെ ഇപ്പോഴത്തെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കുക. പിന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് കേന്ദ്ര ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിയാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. അത് ഈ ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ആയിട്ടാണ് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? അതായത് ഈ ഒരു നിയമപ്രകാരം ആരാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് നമ്മൾ മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ 75 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യണുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പൊ നമുക്ക് മാത്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91. അപ്പൊ ഇതിൽ ഒറ്റയാനായിട്ട് വരുന്നത് 91 ആണ്. കാരണം അത് പ്രൈം നമ്പർ അല്ല, ബാക്കി എല്ലാവരും പ്രൈം നമ്പർ ആണ്. 91 നമുക്ക് 13 × 7 എന്ന് എഴുതാം. 13 × 7 വരുമ്പോൾ 91 കിട്ടും. അപ്പോ 91-ന് 1ഉം 91 അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അത് പ്രൈം നമ്പർ അല്ല. ബാക്കി എല്ലാത്തിനും ആ നമ്പറും 1ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതെല്ലാനും പ്രൈം നമ്പറുകളാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 91. അടുത്തത് 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ഹോൾ റൈസ് ടു 1/3. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ കാൽക്കുലേഷനും ചെയ്യുക, എന്നിട്ട് റൈസ് ടു 1/3. ഈ റൈസ് ടു 1/3 എന്ന് പറയുന്നത് ആക്ച്വലി ക്യൂബ് റൂട്ടിനെയാണ് നമ്മൾ 1/3 എന്ന് എഴുതുക. അതായത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആ സ്ക്വയർ റൂട്ടിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ പവർ ആയിട്ട് എഴുതുമ്പോൾ റൈസ് ടു 1/2 എഴുതും. അപ്പൊ ഈ എന്തെങ്കിലും റൈസ് ടു 1/2 എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ആ എഴുതിയിരിക്കുന്നതിന്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ എന്തെങ്കിലും റൈസ് ടു 1/3 എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ റൈസ് ടു 1/3 എഴുതിയത് കാരണം ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂന്റെ എന്ത് കണ്ടുപിടിക്കണം? ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ബ്രാക്കറ്റിന്റെ അകത്തുള്ള വാല്യൂസ് എന്തൊക്കെയാ? 11 ക്യൂബ്. അപ്പൊ 11 ക്യൂബ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് 11 × 11 × 11 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 20 സ്ക്വയർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് 11 ക്യൂബിന്റെ കൂടെ ആഡ് ചെയ്യുക. മൈനസ് 3 അതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു നമ്പർ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഏത് 3 സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു നമ്പർ കിട്ടുക, അതാണ് അതിന്റെ ക്യൂബ് റൂട്ട്. അപ്പൊ ആൻസർ വരിക 12 ആണ്. 12ന്റെ ക്യൂബാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 12 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. അത് അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 3, 8, 15, 24. അതിൽ അടുത്ത സംഖ്യ ഏതാണെന്നാണ്. അത് എങ്ങനെ ചെയ്തത് നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 3ന്റെ കൂടെ 5 കൂട്ടി 8, 8ന്റെ കൂടെ 7 കൂട്ടി 15. അതായത് 5 മുതലുള്ള ഒറ്റ സംഖ്യകൾ ഇങ്ങനെ ഓരോന്നായിട്ട് കൂട്ടി പോവുക. അപ്പൊ 8ന്റെ കൂടെ 7 കൂട്ടി 15, 15ന്റെ കൂടെ അടുത്തത് ഏത് കൂട്ടണം? 7 കഴിഞ്ഞ് 9 ആണ്. 15ന്റെ കൂടെ 9 കൂട്ടി 24. ഇനി 24ന്റെ കൂടെ എന്ത് കൂട്ടണം? 9 കഴിഞ്ഞ് തന്നെ 11 കൂട്ടണം. അപ്പൊ 24 + 11 35 ആണ് അവിടെ ആൻസർ വരിക. അടുത്തത് രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് നേടിയാൽ ശരാശരി മാർക്ക് 60 കിട്ടും? അപ്പോ ഈ 3 മാർക്കും കൂടി കൂട്ടിയിട്ട്
അതായത് ഒന്നാം പാദവും രണ്ടാം പാദവും വാർഷിക മാർക്കും കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് അതിന്റെ ശരാശരി ആവുന്നത് അല്ലേ. അപ്പോൾ ഈ ലാസ്റ്റ് പരീക്ഷയുടെ മാർക്ക് നമുക്ക് അറിയില്ല, അപ്പൊ നമ്മൾ അതിനെ എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പൊ 62+48+x ഡിവൈഡഡ് ബൈ 3 അപ്പോഴാണല്ലോ അതിന്റെ ശരാശരി ആവുക. 3 മാർക്കും കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ശരാശരിയാവും ഈക്വൽ ടു 60. ഇനിയിപ്പോ 62 48 കൂട്ടിയാൽ 110. 110+x ഈ താഴെ ഉണ്ടായിരുന്ന ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഗുണനാവും. അപ്പോൾ 60 × 3 എന്നാവും. 60 × 3 180. അപ്പോൾ 110+x 180 എന്ന് വരും. ഇനി എക്സിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് 110 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -110. അപ്പോൾ 180 - 110 70 ആണ് ആ ഒരു വാർഷിക പരീക്ഷയിൽ രാജു വാങ്ങിക്കേണ്ട മാർക്ക്. എന്നാലാണ് ആവറേജ് 60 കിട്ടുള്ളൂ. അടുത്തത്, രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. ഞാൻ എന്താ മുകളിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ നോക്കുക. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് രാഹുൽ പുറപ്പെട്ടതെങ്കിൽ പടിഞ്ഞാറ് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ, വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ, അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? അപ്പോൾ എ ആണ് തുടങ്ങിയത്, അവസാനിച്ചത് ബി. അപ്പൊ നോക്കിയേ, അവിടെ നിന്ന് 5 കിലോമീറ്റർ, പിന്നെ ആ ഒരു ഗ്യാപ്പ് വന്നേക്കുന്നത് ഈ സൈഡിൽ നോക്കി അറിയാം, അത് 4 കിലോമീറ്റർ ആണ്. അപ്പൊ 5 ഉം 4 9 കിലോമീറ്റർ ആണ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് രാഹുൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 9 കിലോമീറ്റർ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ലാസ്റ്റ് 25 ക്വസ്റ്റ്യൻസ്, അതിൽ കൂടുതലും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും അതും കൂടി കാണണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.